സർ, നിങ്ങൾ പറഞ്ഞ സിറ്റുവേഷന് ഈ ലൊക്കേഷൻ ആപ്റ്റാണോ? പറഞ്ഞ സിറ്റുവേഷൻ ഇവിടെ ഏത് ലൊക്കേഷൻ ആയാലും അധികം. എടോ സൂര്യ, റെക്കോർഡ് ചെയ്തോളൂ. ഫ്രെയിം വെച്ചാൽ 10 റൗഡികൾ പേ പിടിച്ച നായ്ക്കളെ പോലെ ഓടി വരുന്നു. എന്താടാ സൂര്യ, വിഷ്വൽസ് കണ്ണിലേക്ക് ഇടിച്ചു കയറുന്നത്? ഇന്നലെ അടിച്ചെന്റെ കെട്ടുവിട്ടില്ലേ, അവരിങ്ങോട്ടാ വരുന്നേ. രാംരാജ്, ആഞ്ഞെറിഞ്ഞ പന്ത് അതേപടി തിരിച്ചു വരാറില്ലേ? പണ്ട് ടൂറിന് വന്നൊരു ഗ്യാങ്ങിനെ നമ്മൾ പോലീസിന് പിടിച്ചു കൊടുത്തില്ലേ? പക വീട്ടാൻ വേണ്ടി അവരിപ്പോ ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുക. നോ, അവര് വരുന്നത് എന്നെ തേടിയാ. ഇത്ര ക്രേസി ആയി അവര് വരണമെന്നുണ്ടെങ്കിൽ ആ ക്രേസി റോബോട്ട് അയച്ചതായിരിക്കും. നോ, അവര് വരുന്നത് എന്നെ തേടിയാ. അല്ല, എന്നെ തേടിയാ. എന്നെ തേടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല എന്നെ തേടിയാ. അവരുടെ കൈ കെട്ടി ശരിയാക്കും നിങ്ങളെ. വാ. എന്താ മേഡം നിങ്ങളുടെ ഒരു പവർ? എന്നെ ചതിച്ച സൈറെ പോലും ഞാൻ തല്ലിയിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ ഇത്രയും പേരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനാ? എല്ലാം മാം തന്ന ഇൻസ്പിറേഷൻ, അവരുടെ വാക്കുകൾ തന്ന മോട്ടിവേഷൻ, മാമിന്റെ പവറുള്ള പ്രൊവോക്കേഷൻ. ഇത് തന്നെയാ സോപ്പിഡിലേഷൻ. ഐ എം കൺഫേമിംഗ്. നിങ്ങൾ മനസ്സ് വെച്ചാ ആടുന്ന പാവ ആറ്റം ബോംബാവും. മണ്ണിനെ പൊന്നാക്കി മാറ്റാം. സ്വിമ്മിംഗ് പൂളിൽ സുനാമി വരും. തുമ്മലിൽ നിന്ന് കൊടുങ്കാറ്റുണ്ടാക്കാം. കൈയില്ലാത്തവനെ കുംഫു പഠിപ്പിക്കും. ഊമയെ കൊണ്ട് മിമിക്രിയും ചെയ്യിക്കും. ഇതെന്താ ചേച്ചി, എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാതെ പച്ചവെള്ളം പോലും കുടിക്കാത്ത ആള് ഏതോ ഭ്രാന്തിയെ പോലെ ഭക്ഷണം കടിച്ചു കയറി കഴിക്കുന്നത്? ഇനി ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി ലൈഫിൽ ഇരുന്നു കൊണ്ട് കഴിക്കാനുള്ള അർഹത സമ്പാദിച്ചു. ഏതാണാവോ ലൈഫ് ടൈം അച്ചീവ്മെന്റ്? ഒന്നാണോ രണ്ടാണോ? ചാകാൻ ഇറങ്ങിയ പീറ്ററിനെ ബിസിനസ്സുകാരനാക്കി മാറ്റി. പോക്കറ്റടിക്കാരൻ ജെയിംസിനെ പ്രശസ്തനാക്കി. പാത്രം കഴുകി നടന്ന ദാസിന് ജീവിതം കൊടുത്ത് റൈറ്ററാക്കി. ഇതിലൊക്കെ ഉപരി കുത്തിമലത്താൻ വന്ന റൗഡികളെ കൊച്ചുകുട്ടികളുടെ മനസ്സുള്ള രാംരാജിനെ കൊണ്ട് തുരത്തി അടുപ്പിച്ചു. ജസ്റ്റ് ബിക്കോസ് ഓഫ് മൈ മോട്ടിവേഷൻ. സത്യത്തിൽ ഞാൻ ആലോചിച്ചു പോവാ, ഇത്രയും പവർ എനിക്കുള്ളപ്പോ ഞാൻ എന്തിനു ലിമിറ്റഡ് ആവണം? അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുക. എന്താ അത്? അണ്ണാ ഹസാര ടൈപ്പിൽ ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം. കറണ്ട് കട്ട് അവസാനിപ്പിക്കണം. പെട്രോളിന്റെ വില കുറയ്ക്കണം. മദ്യപാനം അവസാനിപ്പിക്കണം. എന്തിനാ അവസാനിപ്പിക്കുന്നത്? എല്ലാവർക്കും അഹങ്കാരം കൊണ്ടാണ് കണ്ണടയുന്നതെങ്കിൽ നിനക്ക് അറിവില്ലായ്മ കൊണ്ടാണ് കണ്ണടയുന്നത്. ആദ്യം അപ്സ്റ്റേറിലെ മദ്യപാനം നിർത്തി. എന്താ നിങ്ങൾ എന്നോട് പറയാതിരുന്ന? ദാസും രാംരാജും ചേച്ചിയെ ചീറ്റ് ചെയ്യാ. ഇപ്പൊ അവര് മദ്യപിച്ചുകൊണ്ടിരിക്കുക. ഇംപോസിബിൾ. എന്റെ ശിഷ്യന്മാർ അങ്ങനെ ചെയ്യില്ല. ചെന്ന് നോക്കാം. ഇന്നലെ നമ്മൾ അടിച്ച കാറ്റിൽ പന്ത് ബൗൺസ് ആയിട്ടുണ്ടാവും. ഏതായാലും നിന്റെ ബാസ്കറ്റിലൊന്നും വീഴാൻ പോകുന്നില്ല. അതെന്താടാ? ജാനകി മാഡം മദർ തെരേസ ആകുമെന്നല്ലാതെ മിസ്സിസ് രാമരാജനൊന്നും ആകാൻ പോകുന്നില്ല, അത് ഉറപ്പാ. കനക മഹാലക്ഷ്മിയെ പോലെ തോന്നുന്നുണ്ടോ? എടാ, എനിക്ക് മനസ്സിൽ തോന്നിയത് മാഡത്തിന് എങ്ങനെ മനസ്സിലായി? അതാ എനിക്കും മനസ്സിലാവാത്ത. നിങ്ങൾ എന്റെ ശിഷ്യന്മാരല്ലേ, അത് മാത്രം അറിയാതെ വരുവോ? മാഡം, പുകഴ്ത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഇന്ന് മാത്രം എന്നെ തടയരുത് പ്ലീസ്. എന്തിനാ രാംരാജ് സ്ട്രഗിൾ ആകുന്നേ? പറഞ്ഞോളൂ. അതല്ല മാഡം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ആ ചുരുണ്ട് നീണ്ട മുടി കണ്ട ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? പറയാനുണ്ട് ബോസേ. ബോസേ, കഴുത്ത് കഴുത്ത് കഴുത്തല്ല, നെക്ക്. ആ നെക്ലസ് റോഡ്. ഇടുപ്പ്. വൾഗറായിട്ട് സംസാരിക്കരുത്. മാംസ പുഷ്പമാടാത്. ആള് ശരിക്കും കയ്യിലെടുത്തു. ഇനി രോമാഞ്ചം ഉണ്ടാവാൻ വേറൊന്നും വേണ്ട. കവിക്ക് ലോകത്തിലുള്ള ഏതിനെ ഉപമിക്കാനുള്ള അവകാശമുണ്ട് രാംരാജ്. മാഡം, ആ മനസ്സിലൊരു കവിയുണ്ട്. നിങ്ങളെ വിവാഹം ചെയ്യുന്നത് ആരായാലും ഷീസ് റിയലി ലക്കി. ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വഴിയാ. പ്രസാദം എടുത്തോളൂ. എല്ലാം മംഗളാവും. ബൈ. താങ്ക് യു. ബൈ മാഡം. ബോസ് സാധാ ബാറ്റ്സ്മാൻ ഒന്നും അല്ല, അടിക്കുന്നതൊക്കെ സിക്സർ തന്നെയല്ലേ? എന്തു പറ്റി മാം? ബാലൻസ്ഡ് ആയിട്ടുള്ള മാം അൺബാലൻസ് ആയി പോയല്ലോ. പിന്നെ അയാൾ നിങ്ങളെ അപമാനിക്കല്ലായിരുന്നു? അയാൾക്ക് അങ്ങനെയൊന്നുമില്ലെന്ന് എല്ലാവരെയും അപമാനിക്കും. അയാളോട് ശോഭിക്കാൻ വേറെയും കാരണമുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താണെന്നേ? രാംരാജ്, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നിങ്ങൾ വേറൊന്നും അന്വേഷിക്കണ്ട, അത്ര തന്നെ. ചേച്ചിയുടെ വെഡിങ് കാർഡ്സ് വളരെ ഭംഗിയായിട്ടുണ്ട് ഡാഡി. കാർഡ് മാത്രമല്ല മോളെ, കല്യാണവും വളരെ ഗംഭീരാക്കാനാ പ്ലാൻ. ഡാഡി, മമ്മി വിളിച്ചിരുന്നു. ഒരു വലിയ ചെലവ് വരുന്നുണ്ട്. അവൾ അങ്ങനെയൊക്കെ പറയും. കല്യാണത്തിന് 3 മാസം മുമ്പേ പോണോളാ. അവക്കുള്ള ഷോപ്പിംഗ് ഒക്കെ ഞാൻ ചെയ്യണോന്നാ? മോളെ ജാനകി, ഷോപ്പിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഒക്കെ പെട്ടെന്ന് തീർത്തോ. 2 ദിവസം കഴിയുമ്പോൾ ഇന്ത്യയിലേക്ക് പുറപ്പെടേണ്ടതാ. ചേച്ചി, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളിവിടെ എക്സൈറ്റഡ് ആയിരിക്കുന്നു. ചേച്ചി എന്തെങ്കിലും ഡള്ളായിരിക്കുന്നത്? കല്യാണമായ ചില പെൺകുട്ടികൾ ഇങ്ങനെയാ. പ്രേമമൊക്കെ ഉപേക്ഷിക്കേണ്ടി വരികയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. കുറച്ച് കഠിനം തന്നെയാ. ബോസേ 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 ബോസേ, എന്തിനാണ് ഇത്ര ഹരിബരൊന്നുമല്ല, ഇവിടെ തീ പിടിച്ചിരിക്കുക. ജാനകിയുടെ മാരേജ് ഫിക്സ് ചെയ്തു. സൈഡ് ക്യാരക്ടറായി എനിക്ക് ഇത്ര വിഷമം ഉണ്ടാവുമെങ്കിൽ മെയിൻ ക്യാരക്ടറായി നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടാവുമെന്ന് ഞാൻ ആലോചിക്കുന്ന. ബോസേ ബോസേ ബോസ് പിന്നെ സൂയിസൈഡ് ചെയ്യാൻ പോയോ? രാംരാജ്,
രാംരാജ്! രാംരാജ്! ഐ എം സോറി. ജാനകി വിട്ട് രാമൻ പോവില്ല. ലവ് യു ടു. എന്താടാ ഇത്? പ്രേമെന്ന് പറയുമ്പോഴേക്കും കെട്ടിച്ചേരാൻ എന്റെ ഏട്ടനെന്താ അമ്പലപൂജാരിയ? പോലീസ് കമ്മീഷണറാ, എൻകൗണ്ടർ ചെയ്ത് കളയും. പ്രേമിച്ചതിന് എന്നെ എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് ഓഫീസറെ പറ്റിച്ച് നിങ്ങളെയും ചെയ്യേണ്ടി വരും. നിങ്ങളെ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കേണ്ടതാ. മര്യാദയ്ക്ക് പെണ്ണ് ചോദിക്കാതെ എന്നെ ഭയപ്പെടുത്തിട്ട് എന്താ? വിരട്ടിയാലൊന്നും കാര്യം നടക്കില്ല. നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യിക്കാതെ അങ്ങനെ പോയി കൺവിൻസ് ചെയ്യാൻ നോക്ക്. ആ വീട്ടിലുള്ള മൊത്തം ആളുകൾ ഇപ്പൊ പോലീസിലല്ലേ? എന്തിനേറെ പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ പത്രം ഇടുന്നവനും പാല് തരുന്നവനും പൂന്തോട്ടം നനയ്ക്കുന്നവനും ഒക്കെ പോലീസിലായി പോവും. അങ്കിൾ, ജാനകിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച എനിക്ക് നിങ്ങളുടെ അനിയനെ കൺവിൻസ് ചെയ്യാൻ ഒരു പ്രയാസവും. അതെ ലേച്ച, രാംരാജിന് ഇതൊക്കെ വളരെ എളുപ്പമാ. ഈവനിങ് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് കൂടി കൺഫേമാ. അപ്പൊ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞല്ലേ? എന്നാ പിന്നെ ചലോ ഇന്ത്യ. വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സ് കൊടുക്കുന്നതിന് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രിന്റ് ചെയ്ത ഈ കാർഡിൽ എങ്ങനെ ഇത്ര മിസ്റ്റേക്ക്? നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ഇത്ര വലിയ കല്യാണം നടത്തുമ്പോൾ ഇനി എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും? എന്താ എല്ലാരും സൈലന്റ് ആയിരിക്കുന്നേ? ഇൻവിറ്റേഷൻ കാർഡിനെ കുറിച്ച് എന്താ ഇഷ്ടമായില്ലേ? വളരെ ഇഷ്ടായി. ആരിതൊക്കെ ചെയ്തെന്ന മോൻ ചോദിച്ചു. നീ ഇത് പറഞ്ഞില്ലേ? നീ ഇതൊന്നും പറയത്തില്ലല്ലോ. ഞാനാണ് ആ കാർഡ് പ്രിന്റ് ചെയ്യിപ്പിച്ചളിയാ. അപ്പൊ ഇത് നിന്റെ ക്രിയേഷൻ ആണല്ലേ? അതേളിയാ, അതിന്റെ കളറ്, കോൺസെപ്റ്റ്, മാർക്ക്, ഡിസൈൻ എല്ലാം എന്റേതാ. അപ്പൊ എന്റെ പേരിന് മുമ്പുള്ള ഇനിഷ്യൽ എവിടെയാണ്? പേരിന് ശേഷമുള്ള ഡിഗ്രി എവിടെയാണ്? അത് ഞാൻ എടുത്തു കളഞ്ഞു. ഡോക്ടർ ജയകൃഷ്ണ സിംഹ, IPS, MA, BA, അതിനൊരു സെക്സ് ഫീലിംഗ് അളിയാ. അതുകൊണ്ട് സിമ്പിളായി ജയകൃഷ്ണ സിംഹ. അതൊരു ഹോമിലി ടച്ച് അല്ലേ? അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കളഞ്ഞത്. നീ എങ്ങനെ എടുത്തിട്ടുള്ളത്? എന്റെ സ്വർഗസ്ഥനായ പിതാവ് അപ്പുണ്ണി പാതി ഭക്ഷണം കഴിച്ച് മുണ്ടു മുറുക്കി കൊടുത്തു. സൈക്കിളിൽ അയച്ച് പഠിപ്പിച്ച് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത എന്റെ ഡിഗ്രി നിനക്ക് എങ്ങനെ എടുത്ത് കളയാൻ പറ്റൂടാ? അറിവുമാടെ അടയ്ക്കാക്കുരുവി, അധിക പ്രസംഗി, തന്തയില്ലാത്തവനെ. അമ്മ, ചേട്ടാ, എന്തോന്ന് ചേട്ടാന്ന്? നിന്റെ മുഖം കണ്ടിട്ടില്ല ഇന്റർമീഡിയറ്റ് പോലും പാസ്സാകാത്ത ഇവനെ ഡിപ്പാർട്ട്മെന്റിൽ എടുത്ത്. നിന്നെ ഒരാളെ വിചാരിച്ചാ ഇല്ലെങ്കിൽ ഡിഗ്രിയുടെ സ്പെല്ലിംഗ് പോലും അറിയാൻ പാടില്ലാത്ത ഇവനെ ഞാനൊന്നും പറയുന്നില്ല. ആട്ടും കാട്ടും കൂർക്ക കിഴങ്ങും തിരിച്ചറിയാൻ പാടില്ലാത്ത കൂശുമാട്ടം, വിവരം കെട്ടവൻ. നിനക്ക് വല്ലയിടത്ത് പോയി ചാകാൻ പാടില്ലായിരുന്നോ? കണ്ടില്ലേ മോളെ, ആഫ്റ്റർ ഓൾ വെഡിങ് കാർഡിൽ ഡിഗ്രി മിസ്സായി പോയെന്ന് പറഞ്ഞ് വേൾഡ് വാർ ഉണ്ടാക്കുന്ന ഒരാള് ചെറുക്കനെ മാറ്റണമെന്ന് പറയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്ക്. അതൊക്കെ നടക്കും ഇളയച്ച. എനിക്ക് രാംരാജിൽ വിശ്വാസമുണ്ട്. ഐ എം ഗൗതം, ചേതന ഗോൾഡ് കമ്പനിക്ക് വേണ്ടി പുതുതായി വന്ന കൾച്ചറൽ ഹെഡ്. കഴിഞ്ഞ 3 വർഷങ്ങളായി ഞങ്ങളുടെ സെലിബ്രേഷൻ നടന്നിരുന്നത് ലഹരി റിസോർട്ടിൽ വെച്ചായിരുന്നു. ഫോർ എ ചേഞ്ച് ഇത്തവണ പ്രഗതി റിസോർട്ടിൽ വെച്ചാവാമെന്ന് ഞങ്ങളുടെ എംപ്ലോയീസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഫിക്സ് ചെയ്തതിന് മുന്നേ ഞങ്ങളുടെ ഫീലിംഗ് ഒന്ന് മാനിക്കണ്ടേ? ഞങ്ങളുടെ എംപ്ലോയീസിന്റെ തീരുമാനം അതല്ലേ? പ്രഗതി റിസോർട്ടാണ് ബെറ്റർ. നിങ്ങൾ എന്തോന്നാ പറയുന്നത്? ഞങ്ങൾ ബുക്ക് ചെയ്ത് പോയതല്ലേ? ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യേ. എന്താ കമ്മീഷൻ പോകുന്നുള്ള ഭയമാ? ബിസിനസ്സുകാർ പറയുന്ന വർത്തമാനോ താൻ പറയുന്നത്? ഓക്കെ റിസൾട്ട് മാറ്റാൻ പറ്റുമോ? ഓവർ ആക്ഷൻ കാണിച്ചാൽ? ഇത് നല്ല ചോദ്യമാ. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്ര സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? സാറേ, ആളത്ര ശരിയല്ലെന്ന് തോന്നുന്നു. അത് മനസ്സിലായി. എന്താ കുശുകുശുക്കുന്ന? പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് പറ. കഴിഞ്ഞ വർഷം 4 ലക്ഷമായിരുന്നു, ഇപ്പൊ റേറ്റ് കൂടിയിരിക്കുക. 5 ലക്ഷം വേണമെന്നാ മാഡം പറയുന്നത്. 10 ലക്ഷോ? അത് അധികം. 8 ലക്ഷമാണ് ഈ ഓക്കെ. ഇയാടെ ചെവിയുടെ ഡിഫക്റ്റ് നമുക്ക് പ്രോഫിറ്റ്. രഹസ്യം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ തുക ഫിക്സ് ചെയ്യേ. ഓക്കെ 8 ലക്ഷം ഞങ്ങൾക്ക് ഓക്കെയാ. എന്താണ് ഓക്കെ? ഇഡിയറ്റ്. നോക്കൂ, എന്റെ പേയ്മെന്റ് 5 lakhs, 5 ലക്ഷം. ഡീൽ ഓക്കെ ആയിട്ട് ഡിസ്കൗണ്ട് തരുന്ന നിങ്ങളുടെ മഹാമനസ്കത എനിക്ക് വളരെ ഇഷ്ടമായി. ഈവനിങ്ങിൽ അഡ്വാൻസ് കൊടുത്തയക്കാം. ഓക്കെ അമ്മ. ആയിക്കോട്ടെ. നീ ഇനി മാറത്തില്ലേ? ഈ ബിസിനസ്സിലെ ആളുകളെ പിഴിഞ്ഞാലേ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. ഇവിടെ സത്യത്തിനൊരു വിലയില്ല. വിശ്വസിച്ചവരെ ചതിക്കരുത് ചേട്ടാ. പറഞ്ഞത് കറക്റ്റാമേ. ഏയ്, എന്താണ് ഇത് പറയാതെ പെട്ടെന്ന്? ഒരു വലിയ സർപ്രൈസ് ആയിക്കോട്ടെ. സുഖമാണോ മോനെ? സുഖമാവാ. ആട്ടെ, ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ. ബോർനാണെങ്കിലും നല്ലവനാ. ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, ഫുഡ് കഴിക്കാം.